തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്ന് ബി.ജെ.പി. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും പാലക്കാടും വോട്ട് വർദ്ധിപ്പിച്ച് ബി.ജെ.പി. കരുത്തുകാട്ടി. 20% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസവും ബി.ജെ.പിക്കുണ്ട്. ദേശീയതലത്തിൽ വിജയത്തിളക്കത്തിന് മാറ്റു കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ ഉജ്ജ്വല പ്രകടനമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. തൃശൂരിൽ 3/4 ലക്ഷം കടന്ന ഭൂരിപക്ഷം കൃത്യമായ ആധിപത്യമാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്. തിരുവനന്തപുരത്ത് അവസാന റൗണ്ടുകൾ വരെ ലീഡ് നിലനിർത്തിയ രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിനാണ് തോൽവി സംഭവിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആറ്റിങ്ങലിൽ വി മുരളീധരൻ 3ാം സ്ഥാനത്താണെങ്കിലും ജയിക്കാൻ വോട്ട് വ്യത്യാസം 20,000 താഴെ മാത്രം. ആലപ്പുഴയിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ബി.ജെ.പി. കാഴ്ചവെച്ചത്. ശോഭാ സുരേന്ദ്രൻ പിടിച്ച 3 ലക്ഷത്തിനടുത്ത വോട്ടുകൾ പാർട്ടി പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമായി. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. കേരള രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. പാലക്കാട് സി കൃഷ്ണകുമാർ 30,000 വോട്ട് വർദ്ധിപ്പിച്ചു. രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച കെ സുരേന്ദ്രനും മണ്ഡലത്തിൽ വോട്ട് 50,000-ലധികം വർദ്ധിപ്പിച്ചു. ആലത്തൂരിൽ സരസു പിടിച്ച 1 ലക്ഷം അധിക വോട്ടുകളാണ് രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് കാരണമായത്. കോഴിക്കോട് MT രമേശും 20,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് പക്ഷേ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിലേക്ക് എത്താനായില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.